നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാഹുവിനെ പൊതുവെ ദോഷഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ഓരോ മാറ്റങ്ങളും ഓരോ നക്ഷത്രക്കാരെയും ബാധിക്കുന്നുമുണ്ട്. എന്നാൽ പൊതുവെ രാഹുവിൻ്റെ മാറ്റത്തിന് വിപരീതമായി അനുഗ്രഹവർഷം ചൊരിയുന്ന ഒരു സമയത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രഹങ്ങളും അതിൻ്റേതായ സമയത്താണ് രാശി മാറുന്നത് കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ ബാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം രാഹു രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും ഗംഭീരമായിരിക്കും. ചില നക്ഷത്രക്കാരിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു സമയത്തിന്, അതായത് ഏറ്റവും മികച്ച ഒരു വഴിത്തിരിവ് തുടങ്ങാൻ പോകുന്ന ഒരു സമയമാണ്. ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് വഴി പല അനുകൂലമായ ഗുണങ്ങളും ഫലങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. മായാവി ഗ്രഹം എന്നാണ് രാഹു പൊതുവെ അറിയപ്പെടുന്നത്. മെയ് 6-നാണ് രാഹു അതിൻ്റെ നക്ഷത്ര മാറ്റത്തിലേക്ക് എത്തിയത്. ഇത് ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ എപ്രകാരമാണ് ഗുണങ്ങൾ തരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടക്കൂറുകാർക്കാണ്. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം പലപ്പോഴും അനുകൂലമായ പല ഫലങ്ങളും നൽകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം സ്വന്തമാക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. അത് എത്ര വില കൂടിയതാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗക്കാർക്ക് തങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് വാങ്ങിക്കുമ്പോൾ ചില ആളുകൾക്കൊരു മനസ്സിലൊരു അസൂയ എന്നൊക്കെ ഒരു എന്നെക്കൊണ്ട് പറ്റുന്നത് പോരായോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് ഭാഗ്യത്തോടെ നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് മാത്രമല്ല, ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യവും പൂർത്തിയാക്കുന്നതിനും അതിൽ മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് മുന്നോട്ട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പറയുമ്പോൾ അത് എനിക്ക് നടക്കുന്നില്ല, ചില ആളുകൾ നെഗറ്റീവ് കമൻറ്റുകൾ പറയാറുണ്ട്, അതായത് നടക്കത്തില്ല ചുമ്മാതെ. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഇന്നലെ വരെ എന്താണ് നടന്നത്, ഇന്ന് തൊട്ടുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ നോക്കിയതിന് ശേഷമല്ല ഏത് കാര്യവും അതിന് നെഗറ്റീവ് പറയുന്നത്. അത് നെഗറ്റീവ് പറയുന്നവർ ചിലപ്പോൾ ചിലവർ നല്ലത് കിട്ടിയാലും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പം ജീവൻ തന്നെ മാറി മറിയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. മാറി മറിയുന്ന പറഞ്ഞ ഒരു വഴിത്തിരിവെന്ന് പറയത്തില്ല, ഒരു പുതിയ എല്ലാം നശിച്ചു അല്ലെങ്കിൽ വിഷമഘട്ടമാണ്, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ ഇനി വിഷമിക്കേണ്ട അവസ്ഥ വരില്ല. മുന്നോട്ട് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്ന എല്ലാ വെല്ലുവിളികളെയും പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് നിങ്ങൾക്ക് കുതിച്ചുയരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനി ഇടവക്കൂറുകാർക്ക് കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ജനിച്ചവർക്ക് ഇടവക്കൂറിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ രേവതി നക്ഷത്രത്തിലെ മാറ്റം അനുകൂലമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. ചെറിയ ഒരു ജോലിയിൽ ഇരുന്ന ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന് ചേരാത്ത ജോലിയായി. കാരണം ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ചെറിയ ജോലികൾ ചെയ്തത്. കാരണം ചില ആളുകൾക്ക് പെട്ടെന്ന് അവർ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അവർ പഠിച്ച ആ ജോലിയിലേക്ക് എത്തപ്പെടാൻ ചെറിയ കടമ്പകൾ ഒരുപാട് കടക്കേണ്ടതായി വരും. ചെറിയ ജോലികളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടുന്ന ഒരു സമയമാണ്. ബിസിനസ് ആരംഭിക്കുന്നത് വളരെ അനുകൂലമായ സമയമാണ്. ധനലാഭം ഓരോ കോണിൽ നിന്നും എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഏതെല്ലാം വഴി നിങ്ങൾ എവിടെ തൊടുന്നോ അവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ തേടി എത്താൻ പോകുന്ന ഈ സമയം. അതുകൊണ്ട് വിഷമിക്കുകയോ ബുദ്ധിമുട്ടുകയോ ഒന്നും വേണ്ട, മുന്നോട്ട് ധൈര്യമായി പോയിക്കോളൂ. അടുത്തത് മകരക്കൂറ്. ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് മകരക്കൂറിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം, അതായത് രേവതിയിലേക്കുള്ള മാറ്റം പല വിധത്തിലുള്ള അനുകൂല ഗുണങ്ങളാണ് നൽകാൻ പോകുന്നത്. പലപ്പോഴും വരുമാനത്തിൽ അനിയന്ത്രിതമായ വർധനവ്, നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം വർധനവ് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉണ്ടാകാൻ പോകുന്നത്. ജോലിയിൽ നേട്ടങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും, മറ്റുള്ളവർക്ക് അസൂയപ്പെടുന്ന തരത്തിലുള്ള ഒരു മാറ്റം, മറ്റുള്ളവരുടെ മുന്നിൽ ദൈവമേ ഇന്നലെ വരെ അവൻ കുചേലനായിരുന്നവൻ കുബേരനായല്ലോ എന്ന് പറയുന്ന ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. ബിസിനസ് ചെയ്യുന്നവർക്കാണ് വളരെ നല്ല സമയം. അതുപോലെ സ്ഥിരതയുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക്, അതാണ് ചില ബിസിനസ്സുകൾ നടത്തി പൊളിയും, പിന്നെ ലോസ് ആവും, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി നേട്ടത്തിൻ്റെ ഒരു സമയമാണ്. എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു സമയമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അടുത്തത്
മീനക്കൂറുകാരായ പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ്. മീനക്കൂറിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്കും അവരുടെ അനുകൂല മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നവയായിരിക്കും. അതായത് നമ്മൾക്ക് കൊണ്ട് ഇത് സാധിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള അത്ഭുതാവഹമായ മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന പോവുകയാണ്. ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ. അതായത് ഇന്നലെ വരെ ഒന്നുമില്ലാതിരുന്നവൻ ഇന്നെല്ലാമായി, ഇന്ന് അവൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്നൊരു പറയുന്ന അവസ്ഥയില്ലേ, അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം കയ്യിലിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടത്തിൽ നിന്ന് ഭാഗ്യത്തിലേക്ക് വരാനുള്ള ആ ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയ സമയമാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇരട്ടി ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോവുകയാണ്. ജീവിതം തന്നെ വിജയത്തിലെത്തി എന്ന് തന്നെ നിങ്ങൾ കരുതിക്കൊള്ളുക. സന്തോഷകരമായ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമായതിനാൽ രാഹുവിൻ്റെ രേവതി നക്ഷത്രത്തിലുള്ള ഈ മാറ്റം അനുകൂല ഫലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സമയമായിട്ട് വേണം നിങ്ങൾക്ക് കണക്കാക്കുവാനായിട്ടുള്ളത്. അപ്പോൾ രാഹുവിൻ്റെ മാറ്റം ഗുണകരമായി വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച്, അതായത് രാശിക്കാരായ മേടം രാശി നക്ഷത്രങ്ങൾ, അതുപോലെ ഇടവക്കൂറുകാർ, മകരക്കൂറുകാർ, അതേപോലെ തന്നെ മീനക്കൂറുകാർ, ഇത്രയും ആളുകൾക്ക് അത് വളരെ മാറ്റങ്ങളാണ് നൽകാൻ പോകുന്നത്. ഇതുവരെ സാമ്പത്തികമായി വളരെയേറെ അരക്ഷിതാവസ്ഥ അനുഭവിച്ചിരുന്ന നിങ്ങളാണ്. അപ്പോൾ സാമ്പത്തികമായി വളരെ താഴ്ന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഉയർച്ചയിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഇപ്പം ഇതിനകത്ത് പറയുന്നത്, ഞാൻ പറഞ്ഞത് മുന്നേ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത് മറ്റുള്ളവർക്ക്, അതായത് അസൂയ എന്ന് പറഞ്ഞാൽ അവർ ദൈവമേ ഇന്നലെ വരെ ഇങ്ങനെ ഇരുന്ന ഒരാൾ ഇന്ന് ഇങ്ങനെയൊന്നും പറയത്തില്ലേ, നമ്മൾ തന്നെ പറയാറില്ലേ, അങ്ങനെ ഒരു മാറ്റമാണ് രാഹു രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകാൻ പോകുന്നത്. അതായത് രേവതി നക്ഷത്രത്തിന് തന്നെ പൊതുവേ ഒരു പറയാറുണ്ട്, ഇരുന്നുണ്ണുന്ന രേവതി എന്ന് കേട്ടിട്ടില്ലേ, രേവതി. അപ്പം രേവതി നക്ഷത്രത്തിന് ആ ഒരു പവർ ഉള്ളതാണ്. ഇരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞില്ല 10 തലമുറയ്ക്ക് കഴിക്കാനുള്ളത് അവനുണ്ടാക്കി, അവൻ്റെ പരമ്പര അല്ലെങ്കിൽ അവൻ്റെ പൂർവികർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് ജോലിക്ക് കൊണ്ട് അവന് ഇരുന്നങ്ങ് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരു ഭാഗ്യം. അതായത് ഇന്നലെ വരെ ഒന്നുമില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രാഹു രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള മാറ്റുന്ന അത്ഭുതാവഹമായൊരു മാറ്റമാണ് അതുണ്ടാക്കാൻ പോകുന്നത്. അത് മറ്റ് ഗ്രഹങ്ങളെ പോലെയുമല്ല. അത്ഭുതാവഹമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിശയിക്കും. സ്വയം നമ്മൾക്ക് തന്നെ ഒരു അതിശയം തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് രേവതി നക്ഷത്രത്തിലേക്ക് ഇത് പ്രവേശിച്ചത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന മായാവി ഗ്രഹം എന്നാണ് ഇതിനെ അതായത് രാഹുവിനെ പൊതുവെ അറിയപ്പെടുന്നത് മായാവി ഗ്രഹം. മായാവി എന്ന് പറഞ്ഞാൽ മായാവിദ്യകൾ കാണിക്കാൻ പറ്റുന്നത്. അതായത് ഇന്നലെ ഒന്നുമല്ലാതിരുന്നവന് ഇന്ന് എല്ലാം ആക്കാൻ പറ്റുന്നവൻ കഴിയുന്നെങ്കിൽ അത് മായാവി എന്നല്ലേ പറയും, മാജിക് അല്ലേ, ഒരു മാജിക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ്. അത് രേവതി നക്ഷത്രത്തിലേക്ക് വരുന്നതിനാൽ വളരെ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ഓരോ സെക്കൻഡുകളും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളും നിങ്ങൾ സ്വയം നോക്കിക്കൊള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും സാമ്പത്തികം നമ്മൾ ഒരാൾക്ക് പണം കൊടുത്ത് അവർ തിരിച്ചു തരാതിരിക്കുന്ന ഒരവസ്ഥ, അതിന് തരത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു ഫോൺ കോൾ വരും. ചെന്ന് നോക്കുമ്പോൾ അതായത് സാമ്പത്തികമായി ആ പൈസ നമ്മൾക്ക് തിരിച്ച് അവർ തരാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും സാമ്പത്തികമായി നല്ല രീതിയിലൊരു ഉയർച്ച നിങ്ങൾക്ക്, അതായത് സാമ്പത്തികമായി വളരെ ഭദ്രത, വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ രാഹു രേവതി നക്ഷത്രത്തിലേക്ക് കടന്നത് മുഖേന ഈ ഞാൻ പറഞ്ഞ ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നു. അപ്പോൾ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ നോക്കുക, മനസ്സിലാക്കുക, അറിയുക, സന്തോഷത്തോടെ ഇരിക്കൂ, സമാധാനത്തോടെ ഇരിക്കൂ. നമസ്കാരം.